ഇവിടെ ഹോസ്പിറ്റലിൽ ഇലക്ട്രിസിറ്റി ബില്ല് പെർ മന്ത് നമുക്കൊരു 11 lakhs 12 lakhs അതൊരു സമ്മർ സീസണൊക്കെ ആകുമ്പോൾ ഒരു 15 lakhs വരെയൊക്കെ പോകുമായിരുന്നു. പവറിൻ്റെ റിക്വയർമെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. ചൂട് കൂടി വരുന്നതനുസരിച്ച് എസിയുടെ ഉപയോഗം കൂടുന്നുണ്ട്. സോ വലിയൊരു എമൗണ്ടിൽ പവർ നമുക്ക് റിക്വയർമെൻറ്റ് വരുന്നൊരു സമയമാണ് വരാൻ പോകുന്നത്. കഴിയാവുന്നത്ര ഗ്രീൻ എനർജി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ലത്. മൂപ്പൻസുമായിട്ട് ഏകദേശം കുറച്ച് വർഷങ്ങളായിട്ടുള്ളൊരു റിലേഷൻസ് നമുക്കുണ്ട്. എന്താണോ അവർ പ്രപ്പോസൽ തന്നത് അത് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റലേഷൻ ഭംഗിയായിട്ട് കഴിഞ്ഞു. പറഞ്ഞ സമയത്തിനകത്ത് തന്നെ ഒരു ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്തു. പറഞ്ഞതിനേക്കാട്ടിലും നേരത്തെ നിയർ അബൌട്ട് ഒരു 15 days മുമ്പ് നമുക്ക് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്തു. സോളാർ എനർജി ഹോസ്പിറ്റലിൽ നിന്നല്ല, എല്ലാം വർക്കിംഗ് ഡേ ഡ്യൂറിങ് അവേഴ്സിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളിലേക്കും സോളാറിലേക്ക് പോകുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. ഒറ്റ കാര്യം പറയാനുള്ളൂ, റൈറ്റ് പേഴ്സണെ ചൂസ് ചെയ്യുക. നമസ്കാരം, എൻ്റെ പേര് ബാലകൃഷ്ണൻ. ഞാനിവിടെ പാലക്കാട് തങ്കം ഹോസ്പിറ്റലിലെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറാണ്. ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ കം മെയിൻ്റനൻസ് ഇൻചാർജാണ്. ഓൾമോസ്റ്റ് 24 years കഴിഞ്ഞു ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. പാലക്കാടിലെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണിത്. പാലക്കാട് പാലക്കാട് ടൗണിൽ നിന്ന് യാക്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. 200 ബെഡ് ഹോസ്പിറ്റലാണ്. സോളാർ എനർജിയെക്കുറിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, വേസ്റ്റായി പോകുന്ന സൺലൈറ്റ് കൊണ്ട് യൂട്ടിലിറ്റി പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. ഫ്യൂച്ചറിൽ പവർ നമുക്കൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് പോകുന്ന ഒരു കാലഘട്ടത്തേക്കാണ് പോകുന്നത്. കാരണം മഴ കുറഞ്ഞു വരുന്നു, പവറിൻ്റെ റിക്വയർമെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. ചൂട് കൂടി വരുന്നതനുസരിച്ച് എസിയുടെ ഉപയോഗം കൂടുന്നുണ്ട്. സോ വലിയൊരു എമൗണ്ടിൽ പവർ നമുക്ക് റിക്വയർമെൻറ്റ് വരുന്നൊരു സമയമാണ് വരാൻ പോകുന്നത്. കഴിയാവുന്നത്ര ഗ്രീൻ എനർജി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ലത്. ഓരോ വീട്ടിലും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഓരോ സ്ഥാപനത്തിലും ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി അവിടെ തന്നെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും ഫിനാൻഷ്യലി സേഫ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുന്നത് 340 kVA സോളാർ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്, PV ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഇവിടുത്തെ ടോട്ടൽ കൺസപ്ഷൻ്റെ നല്ലൊരു ശതമാനം നമ്മളിവിടെ സോളാറിലൂടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മൂപ്പൻസുമായിട്ട് ഏകദേശം കുറച്ച് വർഷങ്ങളായിട്ടുള്ളൊരു റിലേഷൻസ് നമുക്കുണ്ട്. അവരുടെ ഇൻസ്റ്റലേഷൻസിലെ ക്വാളിറ്റി നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. എന്താണോ അവർ പ്രപ്പോസൽ തന്നത് അത് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ പോയി കണ്ട സൈറ്റുകളിലും അത് കണ്ടിട്ടുണ്ട്. അതിനാണ് അവരുടെ സ്പെഷ്യാലിറ്റി. അതുകൊണ്ടാണ് നമ്മൾ അവരെ ചൂസ് ചെയ്യാനുള്ള സാഹചര്യം. നമ്മൾ മൂപ്പൻസിനെ മാത്രമല്ല ഇവിടെ പ്രപ്പോസൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 10-16 കമ്പനികളുടെ പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അതിനൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ ബെറ്ററായി തോന്നിയത് മൂപ്പൻസാണ്. പിന്നെ അവരുടെ ഒരു അപ്രോച്ച്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാവശ്യം പറഞ്ഞപ്പോൾ അവർ വെറുതെ ഒരു പ്രപ്പോസൽ തരില്ല ചെയ്തത്. അവർ വന്ന് സൈറ്റിൽ വന്ന് സ്റ്റഡി ചെയ്ത് നമ്മുടെ ഇലക്ട്രിസിറ്റി കൺസപ്ഷനെ സ്റ്റഡി ചെയ്ത് സൈറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് നമ്മളുടെ ഈച്ച് ആൻഡ് എവരി പോയിന്റ് നമ്മളെ ഗൈഡ് ചെയ്ത് കസ്റ്റമർ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഡ്രോയിങ് തന്ന് അങ്ങനെ നല്ലൊരു സപ്പോർട്ടാണ് മൂപ്പൻസിൻ്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടായത്. അതുകൊണ്ടാണ് മൂപ്പൻസിലേക്ക് നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുക്കാനുള്ള സാഹചര്യം. ഇൻസ്റ്റലേഷൻ ഭംഗിയായിട്ട് കഴിഞ്ഞു. പറഞ്ഞ സമയത്തിനകത്ത് തന്നെ ഒരു ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്തു. പറഞ്ഞതിനേക്കാട്ടിലും നേരത്തെ നിയർ അബൌട്ട് ഒരു 15 days മുമ്പ് നമുക്ക് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സേഫ്റ്റി അപ്രൂവൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് വന്നു, അവർ സാറ്റിസ്ഫൈഡ് ആണ്. സേഫ്റ്റി അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സ്റ്റേജിലേക്കാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ 24 hours റണ്ണിങ് ആണ്. ഒരു സ്വിച്ച് ഓഫ് എന്നൊരു കോൺസെപ്റ്റ് നമുക്കില്ല. നാൾക്ക് നാൾ കൺസപ്ഷൻ കൂടിക്കൊണ്ടിരിക്കണം. AC ആയിക്കോട്ടെ, ലൈറ്റ് ആയിക്കോട്ടെ, എക്യുപ്മെൻറ്റുകളായിക്കോട്ടെ, പവർ കൺസപ്ഷൻ കൂടിക്കൊണ്ടിരിക്കണം. ഒന്നും ഒരിക്കലും കുറയുന്നില്ല. അതിൽ ഡേ ഡ്യൂറിങ് അവേഴ്സിലുള്ള മുഴുവൻ കൺസപ്ഷൻ നമുക്ക് സോളാറിൽ ചെയ്യാൻ പറ്റിയാൽ ഗ്രേറ്റ്ഫുൾ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ മാക്സിമം അതിനോട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുഴുവൻ ആയിട്ടില്ല, നമുക്ക് ഓൾമോസ്റ്റ് നടക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഇവിടെ ഹോസ്പിറ്റലിൽ ഇലക്ട്രിസിറ്റി ബില്ല് പെർ മന്ത് നമുക്കൊരു 11 lakhs 12 lakhs അതൊരു സമ്മർ സീസണൊക്കെ ആകുമ്പോൾ ഒരു 15 lakhs വരെയൊക്കെ പോകുമായിരുന്നു. നമ്മളൊരു എക്സെപ്ഷൻ പറയുന്നത് ഇപ്പോൾ സോളാർ വെക്കുന്നതുകൊണ്ട് ഒരു നിയർ അബൌട്ട് ഒരു 2.5 to 3 lakhs കുറയും എന്നാണ് പ്രതീക്ഷ ഇപ്പോൾ വെച്ചിരിക്കുന്ന സിസ്റ്റത്തിനകത്ത്. ഇതിന് ശേഷം വേണം ആഡ് ഓൺസിനെ കുറിച്ച് ആലോചിക്കണമെങ്കിൽ. ഇപ്പോൾ ഉള്ള സോളാറിൻ്റെ കപ്പാസിറ്റി 340 kVA. നമ്മൾ ഇപ്പോൾ മുടക്കിയിരിക്കുന്ന മുതൽ ഒരു എമൗണ്ട് വിത്ത് ബാങ്ക് ലോണാണ്, വിത്ത് ഇൻട്രസ്റ്റോട് കൂടി ചെറുത് കണക്കാക്കിയാലും ഓൾമോസ്റ്റ് നമ്മുടെ ഇപ്പോൾ കാൽക്കുലേഷനാണ് 3 year 8 month കൊണ്ട് നമ്മുടെ പേ ബാക്ക് നടക്കുമെന്നാണ് ഒരു കാൽക്കുലേഷനിൽ പറയുന്നത്. ഓക്കെ, 4 years അപ്രോക്സിമറ്റ്ലി പിടിച്ചോളൂ. മൂപ്പൻസിൻ്റെ 5 വർഷം വാറണ്ടി തരുന്നുണ്ട് ഇൻവെർട്ടറിന്. ടോട്ടൽ സിസ്റ്റത്തിന് 12 വർഷം വാറണ്ടി തരുന്നുണ്ട്. ലൈഫ് 25 years ആണ് പെർഫോമൻസ് ലൈഫ് പറയുന്നത്. സോ എന്തായാലും സോളാർ സിസ്റ്റം ലാഭകരമായിരിക്കും. സോളാർ എനർജി ഹോസ്പിറ്റലിൽ നിന്നല്ല, എല്ലാം വർക്കിംഗ്
ഡേ ഡ്യൂറിങ് അവേഴ്സിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളിലേക്കും സോളാറിലേക്ക് പോകുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ശതമാനവും നമ്മൾക്കുള്ള കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ലോങ് ടേം ആണ്. ഒറ്റ കാര്യം പറയാനുള്ളൂ, റൈറ്റ് പേഴ്സണെ ചൂസ് ചെയ്യുക. അതാണ് അതിനകത്ത് കബളിപ്പിക്കപ്പെടാതിരിക്കുക. സോളാർ എന്ന് പറയുമ്പോൾ ഒരുപാട് കബളിക്കൽ നടക്കുന്നുണ്ട്, അതിൽ പെട്ടുപോകാതിരിക്കുക. നല്ലൊരു പേഴ്സണെ ചൂസ് ചെയ്യുക, നമ്മളുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് ചൂസ് ചെയ്യാം. കപ്പാസിറ്റിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ആവശ്യം മനസ്സിലാക്കി ചൂസ് ചെയ്യാം. ഞാൻ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഡേ ഡ്യൂറിങ് അവേഴ്സിൽ മുഴുവൻ ലോഡുകളും ഈച്ച് ആൻഡ് എവരി റൂമുകളിൽ തുടങ്ങി ഈച്ച് ആൻഡ് എവരി ഡിപ്പാർട്ട്മെൻറ്റിൽ തുടങ്ങി അവിടെ അവർ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി എത്ര എന്ന് എഴുതി വർക്കൗട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സോളാറിലേക്ക് പോകാൻ തീരുമാനമായത്. കണക്കാക്കി നോക്കി നമുക്ക് അറിയാൻ പറ്റും, ഒരു ഹോസ്പിറ്റലിൽ OP റണ്ണിങ് അവേഴ്സ് പകലായിരിക്കും. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം പകലായിരിക്കും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാം. നൈറ്റിലെ വർക്ക് വളരെ കുറവായിരിക്കും. നൈറ്റിലിപ്പോൾ ഒരു തിയേറ്ററിൽ ഒരു സർജറിയോ ഒരു എമർജൻസി സർജറിയോ അല്ലെങ്കിൽ ഒരു ICU അല്ലെങ്കിൽ റൂംസ് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അവിടെയൊക്കെ വളരെ ഒരു ലിമിറ്റഡ് ഏരിയാസ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അത് മുഴുവൻ സൺലൈറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, സോളാറിൽ യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും ഫിനാൻഷ്യൽ ബേർഡൻസ് കുറയും. മൂപ്പൻസുമായിട്ടുള്ളൊരു നമ്മളൊരു അപ്രോച്ച് എന്ന് പറയുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇൻസ്റ്റാളേഷൻ തുടങ്ങുന്ന മുമ്പ് തൊട്ടും ഇൻസ്റ്റാളേഷൻ ടൈമിലും ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടും അവരുടെ സർവീസ് എന്ന് പറയുന്നതിൽ നമ്മൾ ഹാപ്പിയാണ്. അവരുടെ ടെക്നോളജി അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ക്വാളിറ്റി ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിലും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത്രയും നാൾ അവർ ഒരു 1% വരെ നമുക്ക് അവരെ കുറ്റം പറയേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. ഓരോ സ്റ്റേജിലും നമ്മൾ എന്ത് റിക്വയർമെൻറ്റ് ആവശ്യപ്പെട്ടാലും വിത്തിൻ്റെ ലിമിറ്റിനകത്ത് അവർ ചെയ്തു തരുന്നുണ്ട്. ഇനിയും മുന്നോട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷ.